UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന വാർത്ത വരുന്നു. മുഹമ്മദ് റിനാഷ്, PV മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. കൊലപാതക കുറ്റത്തിനാണ് ഇരുവരെയും ശിക്ഷിച്ചതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു. സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന് സൗകര്യമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, ഇവരുടെ വധശിക്ഷ കൊലപാതക കുറ്റത്തിന് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇതാദ്യമായാണോ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുന്നത്? സുജയ, ഈ വിവരങ്ങൾ ആദ്യമായാണ് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയിരിക്കുന്നത്. മുഹമ്മദ് റിനാഷ് A, അതോടൊപ്പം തന്നെ മുരളീധരൻ PV എന്നിവർ വധശിക്ഷ നടപ്പാക്കി എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ UAE ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ അതായത് മുഹമ്മദ് റിനാഷ് ഒരു UAE പൗരനെ വധിച്ച കേസിലും അതോടൊപ്പം തന്നെ മുരളീധരൻ ഒരു ഇന്ത്യൻ പൗരനെ വധിച്ച കേസിലുമാണ് അവിടെ വിചാരണ ചെയ്തത്. സാധ്യമായ എല്ലാ നിയമസഹായവും വിദേശകാര്യ മന്ത്രാലയം ഇവർക്ക് നൽകിയിരുന്നു എന്നും ഇതിൽ ഈ കുറിപ്പിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വധശിക്ഷ നടപ്പാക്കിയ കാര്യം UAE ഭരണകൂടം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത്. സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന് എല്ലാ സഹായവും ഒരുക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം ഇതിൽ വ്യക്തമാക്കുന്നു. കൊലപാതക കുറ്റം ചുമത്തി മുൻപും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ പലരുടെയും വധശിക്ഷ UAE-യിൽ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ UAE സർക്കാർ അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഇവരുടെ പേരുവിവരങ്ങൾ മാത്രമാണ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രസ് റിലീസിൽ ഉള്ളത്. ഇവരുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ എവിടെയാണെന്ന കാര്യം ഇതിൽ അവർ വ്യക്തമാക്കുന്നില്ല. മലയാളികളാണ് എന്താണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവരുടെ കുടുംബാംഗങ്ങളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നോക്കൂ നോബിൾ മാരിക്കാരൻ, 2 ദിവസം മുൻപാണ് UAE-യിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷഹസാദി, ഉത്തർപ്രദേശിലെ ബാന്ദ സ്വദേശിയായ ഷഹസാദി ഖാനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ള വിവരവും വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഫെബ്രുവരി 15-ാം തീയതി വധശിക്ഷ നടപ്പാക്കിയതിനു ശേഷം ഫെബ്രുവരി 28-നാണ് UAE-യിലെ ഇന്ത്യൻ എംബസിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. ഇവിടെയും വധശിക്ഷ നടപ്പാക്കി എന്ന വിവരം ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനായി അറിയിക്കുന്നു എന്നതേ ഉള്ളൂ അല്ലേ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? വധശിക്ഷ നടപ്പാക്കിയെന്ന് ഫെബ്രുവരി 28-ന് UAE ഭരണകൂടം അറിയിച്ചു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നു. പക്ഷെ എന്താണ് സംസ്കാരം എന്ന കാര്യത്തിൽ ഈ പ്രസ് റിലീസിൽ എന്താണെങ്കിലും വ്യക്തമാക്കുന്നില്ല. ഇത്തരത്തിലുള്ള വിവരം UAE ഭരണകൂടം അറിയിച്ചു എന്നും ഇത്തരത്തിൽ ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയെന്നും മാത്രമാണ് എന്താണെങ്കിലും ഇതിൽ പറയുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീട്ടുപേരോ അല്ലെങ്കിൽ സ്ഥലപ്പേരോ അടക്കമുള്ള കാര്യങ്ങളും ഈ വാർത്താക്കുറിപ്പിൽ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നില്ല. നേരത്തെ ഉത്തർപ്രദേശിലെ സ്വദേശിച്ച ആൾ ഇതുപോലെ തന്നെയായിരുന്നു കേന്ദ്ര ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ആദ്യമായി എല്ലാ നിയമസഹായവും നൽകി വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കാരനാണ്. നേരത്തെ ഷഹസാദി ഖാന്റെ വധശിക്ഷയുടെ കാര്യത്തിലും ഇതുപോലെ ഫെബ്രുവരി 28-ന് നടപ്പാക്കുന്ന വധശിക്ഷ നടപ്പാക്കി എന്നുള്ള വിവരമാണ് അറിയിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ തുടർ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം.